അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഉള്ളത്. ഇന്ന് പരിശുദ്ധമായ അജബേറിയ റജബിൻ്റെ 5-ാമത്തെ പകലിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അതുമാത്രമല്ല, റജബ് മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസം കൂടിയാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തിനെ വാനലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറക്കുന്ന ഈ പുണ്യമായി റജബ് മാസത്തിൽ ബർക്കത്തിനെ ധാരാളം നിങ്ങൾ ചോദിക്കണം എന്ന് പഠിപ്പിച്ച മുത്തുനബിയുടെ പൊന്നായ വാക്കിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു തആല നമുക്കേവർക്കും ഈ പരിശുദ്ധമായ മാസത്തിൽ ധാരാളം ബർക്കത്തുകളെ അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, എൻ്റെ ഉമ്മമാരെ, ഈ റജബ് മാസം എന്ന് പറയുന്നത് റജബ് എന്ന വാക്കിൽ തന്നെ അതിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുന്നുണ്ട്. ആദരണീയം, ബഹുമാനം എന്നൊക്കെയാണ് റജബ് എന്ന വാക്കിന്റെ അർത്ഥം. തർജീബ് എന്ന പദത്തിൽ നിന്നുമാണ് റജബ് എന്ന വാക്കിന് എടുക്കപ്പെട്ടത് എന്നാണ്. അതായത് ആദരണീയം എന്ന് അർത്ഥം വരുന്ന പദമാണ് റജബ് എന്ന വാക്ക്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറെടുപ്പിന്റെ മാസം കൂടിയാണ് റജബ്. റജബിന് അങ്ങനെ അർത്ഥം കൂടിയുണ്ട്. തർജീബ്, തയ്യാറെടുക്കൽ. എന്തിനു വേണ്ടി? കടന്നു വരുന്ന ശഅബാൻ, അതിനുശേഷം കടന്നു വരുന്ന പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ. ആ റമളാനിലേക്കും ശഅബാനിലേക്കും ഒരു തയ്യാറെടുപ്പിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ദിവസത്തിൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ റജബ് മാസത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ്, ഒരു വലിയ ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതൊരു മുഅ്മിനും ആഗ്രഹിക്കുന്നത് അവന്റെ ദോഷങ്ങൾ പൊറുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന്റെ ഇരുവശങ്ങളിലായി 2 മലക്കുകളുണ്ട് എന്നാണ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 മലക്കുകൾ ഉണ്ടാകും. റഖീബ്, അതീദ് അലൈഹിസ്സലാത്തു വസ്സലാം. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. നാം മൊഴിയുന്ന ഓരോ വാക്കുകളും, നാം പറയുന്ന ഓരോ സംസാരങ്ങളും, നമ്മുടെ ഇടപാടുകളും, നമ്മുടെ ബന്ധപ്പെടലുകളും എല്ലാം നമ്മുടെ ഇരുവശങ്ങളിൽ ഇരുന്നു കൊണ്ട് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഞാൻ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ ഞാനത് പറയുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയം സംസാരിക്കുമ്പോൾ എൻ്റെ ഈ സംസാരം, എൻ്റെ ഈ വർത്തമാനം എൻ്റെ ഇരുവശങ്ങളിലുള്ള മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് നന്മയാണെങ്കിൽ വലതുവശത്തുള്ള മലക്ക് രേഖപ്പെടുത്തും. ഞാൻ എൻ്റെ വർത്തമാനങ്ങളിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ, തിന്മ വന്നാൽ എൻ്റെ ഇടതുവശത്തുള്ള മലക്ക് അത് രേഖപ്പെടുത്തി വെക്കും. നിങ്ങൾ കേൾക്കുന്ന ഈ നന്മ അത് കേൾക്കുന്ന സമയം നന്മയായി നിങ്ങളുടെ വലതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തും. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? നമ്മുടെ നന്മ തിന്മകൾ യഥാസമയം, എല്ലാ സമയവും, നമ്മുടെ ചലന നിശ്ചലനങ്ങൾ ഓരോ നിമിഷവും, നമ്മുടെ വർത്തമാനങ്ങൾ ഓരോ നിമിഷവും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ റജബ് മാസത്തിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, മനുഷ്യനാണ്, പാപങ്ങൾ ഒരുപാട് സംഭവിക്കാം. പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല, അല്ലേ? ഞാനും നിങ്ങളും ധാരാളം പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്നവരാണ്, പാപങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. ആ പാപം പൊറുക്കാനുള്ള ഒരു വലിയ മാർഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, കുല്ലു ബിനി ആദമ ഖത്താഉൻ. അതായത് ഈ ഹദീസിന്റെ അർത്ഥം, ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളും പാപം ചെയ്യാത്തവരായിട്ടില്ല.
എല്ലാ മനുഷ്യനും പാപം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്റിലേക്കൊന്ന് കിടക്കാം. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുന്ന, എത്രത്തോളം ഈ പറയാൻ പോകുന്ന ദിക്ർ, ഈ ഇസ്തിഗ്ഫാർ പറയുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവശങ്ങളിലുമുള്ള മലക്കുകളോട് വിളിച്ചു പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്നും നമ്മുടെ രണ്ട് വശങ്ങളിലുള്ള മലക്കുകളോട് വിളിച്ചു പറയും അത്രേ, ഈ ദിക്ർ പറഞ്ഞാൽ എന്തെന്ന്? അഹ്രിഖാ, നിങ്ങൾ രണ്ടുപേരും അങ്ങ് കരിച്ചു കളഞ്ഞേക്ക്. ദുനൂബ സ്വഹീഫത ദുനൂബിഹി വ ഖതായാഹു, അവൻ എൻ്റെ അടിമ, അവന്റെ സംസാരത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടാകാം, അവന്റെ പ്രവർത്തനത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടാകാം, അവന്റെ ഇബാദത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം. അവൻ ആ ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ, ആ ഇസ്തിഗ്ഫാർ ചൊല്ലിയതിന്റെ പേരിൽ അഹ്രിഖാ, നിങ്ങൾ രണ്ടുപേരും ആ വ്യക്തിയുടെ പാപങ്ങൾ അങ്ങ് കരിച്ചു കളഞ്ഞേക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്റിലേക്ക് കടക്കാം. അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന ദിക്ർ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരാൻ കാരണമാകുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, ദിക്ർ ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ കേൾക്കുക. പതിയെ നിർത്തി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആവർത്തിച്ച് കേട്ട് ഇത് മനഃപ്പാഠമാക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ച് നിങ്ങൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉമ്മമാരും ഉപ്പമാരും, ഇന്നു മുതൽ നിങ്ങൾ ഇത് പ്രാവർത്തികമാക്കിക്കോ, നിങ്ങൾ മുറുകെ പിടിച്ചോ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫലം കാണും. അല്ലാഹു തആല നൽകുമാറാകട്ടെ. റജബ് മാസത്തിൽ കടന്നു വരുന്ന ശഅബാൻ, റജബിലും ശഅബാനിലും റമദാനിലും ഈ പറയപ്പെടുന്ന ദിക്ർ എല്ലാ ദിവസവും അസറിന് ശേഷം ചെല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർക്കാണ് ഈ പറയപ്പെട്ട പ്രതിഫലം ലഭിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ആ ദിക്റിലേക്ക് നമുക്ക് കിടക്കാം. എൻ്റെ എല്ലാ ഉമ്മമാരും ഉപ്പമാരും ഇൻഷാ അല്ലാഹ് ദിക്ർ കേൾക്കുക. ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ ഒപ്പം ഏറ്റ് ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം الذي لا إله إلا هو الحي القيوم غفار الذنب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا. ഒന്നുകൂടി പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുദ് ദംബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ളറൻ വലാ നഫ്ആ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ദിക്റാണ് നമ്മൾ ഈ ചൊല്ലിയ ദിക്ർ. ഇത് റജബ് മാസത്തിൽ ഇൻഷാ അല്ലാഹ്, ഈ മാസത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും അസറിന് ശേഷം ചൊല്ലിക്കോ. ഒരു വട്ടമോ രണ്ട് വട്ടമോ മൂന്ന് വട്ടമോ നിങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹു തആല ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഇത് ചൊല്ലുന്നത് വഴി അല്ലാഹു തആല പറയുന്നത് പോലെ, മലക്കുകളോട് വിളിച്ചു പറയുന്നത് പോലെ നമ്മുടെ പാപങ്ങളൊക്കെ കരിച്ചു കളഞ്ഞേക്ക് എന്ന് പറയുമെന്നാണല്ലോ. അല്ലാഹു തആല ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നന്മകൾ ഈ റജബ് മാസത്തിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങള്, ഉപ്പമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ, മുറാദുകളെ, ഹജാത്തുകളെ അല്ലാഹു തആല ഏറ്റെടുത്ത് നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി നമുക്കിനിയും കണ്ടുമുട്ടാം, ഇനിയും കാണാം. അല്ലാഹു തആല ഭാഗ്യം നസീബാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.